ഹായ് ഫ്രണ്ട്സ്, RRB പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. RRB ജൂനിയർ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം സ്ലോട്ടുകൾ RRB ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. RRBയുടെ ഒഫീഷ്യൽ നോട്ടീസ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ നോട്ടീസ് പ്രകാരം ഈ പറഞ്ഞതുപോലെ RRB JE, RRB CMA ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെയും RPF SI, RRB ALP ടെക്നീഷ്യൻ തുടങ്ങിയ പരീക്ഷകളുടെയും എക്സാം ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം RRB JEയുടെയും RRB CMA ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ തീയതി വരുന്നത് CN 03/2024 JE ആൻഡ് അതേഴ്സ്, അതാണ് അതിന്റെ നമ്പർ വരുന്നത്. ഡിസംബർ 6 മുതലാണ്. ഡിസംബർ 6 മുതൽ ഡിസംബർ 13 വരെയുള്ള ദിവസങ്ങളിലായിട്ട് ഈ പരീക്ഷകൾ നടക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 6 മുതൽ ഈ വർഷം തന്നെ ഉണ്ട് പരീക്ഷ. CBT 1ന്റെ ഡേറ്റ് ആണിത്. ഈ വർഷം തന്നെയുണ്ട്. ഡിസംബർ 6 മുതൽ ഡിസംബർ 13 വരെയുള്ള തീയതികളിലായിട്ട് RRB JEയുടെ ജൂനിയർ എഞ്ചിനീയറും അതുപോലെ തന്നെ RRB CMAയുടെയും പരീക്ഷ നടക്കും എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് RRB അറിയിച്ചിരിക്കുകയാണ്. ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ദെൻ RRB ALPയുടെ പരീക്ഷ, അതിലും CBT 1ന്റെ പരീക്ഷ നടക്കുന്നത് നവംബർ 25 മുതൽ നവംബർ 29 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ്. നവംബർ 25 മുതൽ നവംബർ 21 അതാണ് ആദ്യം നടക്കുക. ദെൻ RPF SIയുടെ തീയതി വന്നിട്ടുണ്ട് ഡിസംബർ 2 മുതൽ ഡിസംബർ 5 വരെ. അതൊറ്റ പരീക്ഷയാണ്. അതുപോലെ തന്നെ RRB ടെക്നീഷ്യന്റെ, അതിൻ്റെയും ഒരുപാട് പേര് ആ പരീക്ഷകൾക്കായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. RRB ടെക്നീഷ്യന്റെ എക്സാം തീയതി വന്നിരിക്കുന്നത് ഡിസംബർ 16 മുതൽ ഡിസംബർ 26 വരെയാണ്. ഡിസംബർ 16 മുതൽ ഡിസംബർ 26 വരെയാണ് RRB ടെക്നീഷ്യന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം ഡേറ്റ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, എന്നാണ് ഈ പരീക്ഷ വരുന്നത്. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു ഡിസംബർ ആ ഒരു സ്ലോട്ടിൽ എന്താണെങ്കിലും CBT 1ന്റെ പരീക്ഷ നടക്കും. CBT 1 വിജയിച്ചവർക്ക് അധികം വൈകാതെ തന്നെ അടുത്ത വർഷം മാർച്ചിലോ ഏപ്രിലോ CBT 2ന്റെയും പരീക്ഷ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത്, എക്സാം സിറ്റി എവിടെയാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം പരീക്ഷയ്ക്ക് 10 ദിവസം മുന്നേ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ RRBയുടെ ഒഫീഷ്യൽ, നിങ്ങൾ അപ്ലൈ ചെയ്തൊരു വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ എക്സാമിന് 10 ദിവസം മുന്നേ നിങ്ങൾക്കുള്ള സിറ്റി ഇൻറ്റിമേഷൻ, എവിടെ വെച്ചിട്ടാണ് പരീക്ഷ നടക്കുക എന്നുള്ളതുണ്ടാവും. അതിനുശേഷം എക്സാമിന് 3 ദിവസം മുന്നേ, എക്സാമിന് 4 ദിവസം മുന്നേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഈ കോൾ ലെറ്റേഴ്സും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാം ഡേറ്റ് ആയിട്ടുണ്ട്. ഡിസംബറിലാണ് പരീക്ഷ. ഡിസംബർ ആദ്യ ആഴ്ച തന്നെ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അധിക ദിവസങ്ങൾ, 3 മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. കൂടാതെ അടുത്തൊരു 3 മാസം മാത്രമേ നമ്മുടെ മുന്നിൽ CBT 2നായിട്ടുള്ളൂ. അപ്പോൾ 2 പരീക്ഷയ്ക്കായിട്ടും ഏറ്റവും ക്ലിയർ ആയിട്ട് തയ്യാറെടുക്കേണ്ട സമയമാണിത്. കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു എക്സാം തീയതി എന്ന് പറയുന്നത്. I+ CBT 1ന് വേണ്ടിയിട്ടും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. CBT 2ൽ സിവിലും മെക്കാനിക്കലും അതുപോലെ തന്നെ RRB CMAക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും. വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. റെയിൽവേയിൽ നല്ലൊരു ജോലി സ്വന്തമാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.